നമസ്കാരമുണ്ട് പ്രിയരെ. ഇന്നത്തെ നല്ല പുതിയൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥ ആരംഭിക്കാം. എൻ്റെ പേര് വീണ. ഞാൻ എൻ്റെ സ്വന്തം അനുഭവമാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. എനിക്കിപ്പോൾ ഏകദേശം 38 വയസ്സുണ്ട്. ഞാൻ എൻ്റെ 28 വയസ്സുള്ളപ്പോൾ നടന്ന ഒരു കാര്യമാണ് നിങ്ങളോട് പറയുന്നത്. ചെറുപ്പം മുതലേ എനിക്ക് അത്രയ്ക്കുള്ള പഠിപ്പോ അറിവോ ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്ങനെയൊക്കെയോ ഞാൻ 9ാം ക്ലാസ് വരെ പോയി. അച്ഛനും അമ്മയ്ക്കും കൂലിപ്പണിയാണ്. എൻ്റെ വീട്ടിൽ 5 പെൺകുട്ടികളാണ്. ഏറ്റവും മൂത്തതായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ എന്നെ പഠിപ്പിക്കാനൊന്നും അവരുടെ കയ്യിൽ സാമ്പത്തികമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അച്ഛൻ്റെ ആഗ്രഹം കൊണ്ട് ഞാൻ 9ാം ക്ലാസ് വരെ എങ്ങനെയൊക്കെയോ എത്തി. പിന്നെ അനിയത്തിമാരെയും അമ്മയും ഒക്കെ നോക്കുന്നതിന് വേണ്ടി ഞാനും അവരുടെ കൂടെ ഓരോ കൂലിപ്പണിക്കൊക്കെ പോയി തുടങ്ങി. അതുകൊണ്ടും കൂടിയാണ് എനിക്ക് 9ാം ക്ലാസ് വരെ എത്തിയപ്പോഴത്തേക്ക് പഠിത്തം നിർത്തേണ്ടി വന്നത്. ഈ അറിവില്ലായ്മ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തന്നെ പറയാം. ഞങ്ങളാണെങ്കിൽ ഒരു കൂട്ടുകുടുംബത്തിലായിരുന്നു താമസിച്ചിരുന്നത്. കുടുംബത്തിൽ തന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു. പിന്നീട് അവിടെ നിന്ന് ഓരോരുത്തരായി ഓരോ വീടുകൾ വെച്ച് മാറുകയായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വന്തക്കാർ എല്ലാവരും അടുത്തടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. തൊട്ടടുത്ത് തന്നെ ആയിരുന്നു അമ്മയുടെ ഇളയ ആങ്ങള മാമൻ താമസിച്ചിരുന്നത്. ബാക്കിയുള്ളവരെ പോലെയല്ല മാമൻ. എനിക്ക് എല്ലാ ഓണത്തിനും ഓരോ ഉടുപ്പൊക്കെ വാങ്ങിത്തരുമായിരുന്നു മാമൻ. അനിയത്തിമാരെക്കാളും കൂടുതൽ ഇഷ്ടം എന്നോടായിരുന്നു മാമന്. ഞാനാണെങ്കിൽ ഒരു ദിവസം തോട്ടിൽ നിന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് കുറ്റിക്കാട്ടിൽ എൻ്റെ മാമൻ എന്തോ എടുക്കുന്നത് ഞാൻ കണ്ടത്. ഞാൻ മാമനോട് അപ്പോൾ തന്നെ ചോദിക്കുകയും ചെയ്തു, എന്താണ് മാമ ഇവിടെ ഇരിക്കുന്നതെന്ന്. മാമൻ പറഞ്ഞു, പശുവിന് പുല്ല് കണ്ടിക്കാൻ വന്നതാണെന്ന്. അങ്ങനെയാണ് മാമൻ എന്നോട് പറഞ്ഞത്. പക്ഷേ മാമൻ എന്റെ കുളിസീൻ കാണാൻ വേണ്ടി കുറ്റിക്കാട്ടിൽ കയറി ഇരിക്കുന്നതാണെന്ന് എനിക്ക് അപ്പോഴേ തന്നെ മനസ്സിലായിരുന്നു. ഒരു ദിവസം ഞാൻ പണിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരാൻ തുടങ്ങിയ സമയത്താണ് എന്റെ പുറത്ത് എന്തോ കടിച്ചത്. എനിക്കാണെങ്കിൽ വല്ലാണ്ട് ചൊറിച്ചിലും ആരംഭിച്ചു. ചൊറിഞ്ഞ് പുറം മൊത്തം തടിച്ചു. അത് കൂടിക്കൂടി വന്നപ്പോൾ എത്രയും വേഗം വീടെത്തണമെന്ന് കരുതി ഓടി വരികയായിരുന്നു ഞാൻ. അപ്പോഴാണ് എൻ്റെ മാമൻ അവിടെ വഴിയിൽ നിൽക്കുന്നത് കണ്ടത്. മാമൻ എന്നോട് കാര്യം ചോദിച്ചു. മാമനോട് ഞാൻ കാര്യം പറഞ്ഞു. മാമൻ പറഞ്ഞു, നീ വീട് വരെ പോകണ്ട, നീ എൻ്റെ വീട്ടിലോട്ട് ചെന്ന് ശകലം വെളിച്ചെണ്ണ എടുത്ത് പുറത്തു വരട്ടെ. അന്ന് എനിക്ക് ഒരു 20 വയസ്സ് പ്രായമുണ്ടായിരുന്നു. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഒരു 25 വയസ്സ് തോന്നിക്കും. ഞാൻ മാമനോട് പറഞ്ഞു, മാമ എൻ്റെ വീട് ഇവിടെ അടുത്തല്ലേ, വീട്ടിൽ പോയാ പോരെ എന്ന് ചോദിച്ചപ്പോൾ മാമൻ പറഞ്ഞു, മോളെന്തിനാടി പേടിക്കുന്നത്, ഞാൻ നിന്റെ മാമനല്ലേ. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ കാണിച്ചാൽ മാമൻ എന്തെങ്കിലും ഇഷ്ടക്കേട് തോന്നിയാലോ എന്ന് കരുതി ഞാൻ മാമന്റെ വീട്ടിലേക്ക് കയറി. ആ സമയം വീട്ടിൽ മാമൻ തനിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്നും പേടിക്കാനില്ലെന്നും നീ വാതിലടക്കേണ്ട, വാതിലടച്ചാൽ ചിലപ്പോൾ തുറക്കാൻ പറ്റില്ലെന്നും മാമൻ എന്നോട് പറഞ്ഞു. ഞാൻ അത് കേട്ട് വാതിൽ ചാരിയിട്ട് അകത്ത് കയറി. എന്റെ ഡ്രസ്സെല്ലാം ഊരിയിട്ട് ഞാൻ പുറത്തെല്ലാം വെളിച്ചെണ്ണ നല്ല രീതിയിൽ പുരട്ടി. സത്യം പറഞ്ഞാൽ ഒന്നുമില്ലാതെ ഞാൻ അവിടെ നിന്നു. മിക്കവാറും പിന്നീടുള്ള മാമന്റെ എന്നോടുള്ള പെരുമാറ്റം കണ്ടിട്ട് അന്നത്തെ ദിവസം എൻ്റെ എല്ലാ മാമൻ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പിന്നീട് കുറച്ചൊക്കെ നാളുകൾ ആയപ്പോഴേക്കും മാമന്റെ ആ ഇഷ്ടം വളർന്ന് മറ്റു പല രീതിയിലേക്കും വഴിമാറി. പിന്നീട് ഞാൻ വളർന്നപ്പോൾ മുതൽ മാമൻ എന്നെ മറ്റൊരു രീതിയിൽ തന്നെ നോക്കാൻ തുടങ്ങി. പക്ഷേ ഞാൻ അതൊന്നും ചിന്തിക്കാനുള്ള ബോധമുള്ള ഒരാളായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മാമൻ എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഇങ്ങനെ നോക്കുന്നതെന്ന് ഞാൻ കരുതി. പലപ്പോഴും എൻ്റെ ശരീരഭാഗങ്ങളിലെല്ലാം മാമൻ ടച്ച് ചെയ്യുമായിരുന്നു. പക്ഷേ ചെറുപ്പത്തിൽ ഇതുപോലൊക്കെ ചെയ്യുമ്പോൾ ഞാനൊന്നും മിണ്ടാറില്ല. അപ്പോൾ പിന്നെ വലുതായിട്ടും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ എന്തു പറയാനാണെന്ന് കരുതി ഞാൻ ഒന്നും പറയാതെ അതൊക്കെ ആസ്വദിച്ച് നിൽക്കുമായിരുന്നു. പലപ്പോഴും മാമൻ എൻ്റെ മുറിയിലേക്കൊക്കെ കയറി വന്നിട്ടുണ്ട്. പക്ഷേ രാത്രി ഒരു ഏകദേശം 11 മണിയൊക്കെ ആകുമ്പോൾ മാമൻ എൻ്റെ മുറിയിലേക്ക് കയറി വരുന്നത് എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ആദ്യമൊക്കെ മാമൻ പകലായിരുന്നു കയറി വന്നുകൊണ്ടിരുന്നത്. പിന്നെ വലുതായ പിന്നെ മാമൻ പകല് വരുന്നതിന് പകരം എല്ലാവരും ഉറങ്ങിയിട്ട് പാത്തും പതുങ്ങിയായിരുന്നു എൻ്റെ മുറിയിലേക്ക് വരുന്നത്. അതുതന്നെ എന്തോ ഒരു ലക്ഷണക്കേടാണെന്ന് എനിക്ക് തോന്നി തുടങ്ങി. അന്നൊക്കെ നല്ല അടപ്പുള്ള മുറികളൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക്. കൂടുതലായിട്ട് ഞാൻ മാമന്റെ വീട്ടിലൊക്കെ പോയി നിൽക്കുമ്പോഴാണ് മാമൻ എൻ്റെ മുറിയിലേക്ക് തള്ളിക്കയറി വരുന്നത്. എനിക്ക് മാമൻ വരുന്നത് തന്നെ ഇഷ്ടമല്ലായിരുന്നു.
കാരണം എന്നൊക്കെ മാമൻ അടുത്ത് വന്നിട്ടുണ്ടോ അന്നൊക്കെ എന്റെ ശരീരത്തെല്ലാം അവിടെ ഇവിടെയൊക്കെ ടച്ച് ചെയ്യുമായിരുന്നു. അതൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം മാമൻ അത്യാവശ്യം നല്ല പ്രായമുണ്ട്. എനിക്കാണെങ്കിൽ അത്രയ്ക്കും പ്രായമുള്ളവരെ ഇഷ്ടമേ അല്ല. കൂടുതലും ഇഷ്ടം പ്രായം കുറഞ്ഞ ചെറിയ കുട്ടികളോടായിരുന്നു. മാമൻ വന്ന് എന്റെ ശരീരത്തൊക്കെ ടച്ച് ചെയ്യുമ്പോൾ ഞാൻ സമ്മതിക്കാതെ എതിർക്കുന്നത് മാമൻ ഇഷ്ടപ്പെടാതെ വന്നു. അങ്ങനെ ഒരു ദിവസം മാമൻ എന്നോട് നന്നായി ദേഷ്യപ്പെട്ടു. അന്ന് മാമൻ എന്നോട് പറഞ്ഞു, ആരും നിന്നെ കെട്ടിക്കൊണ്ടു പോകില്ലെന്നും നിന്റെ മുഖത്തിന് പറ്റിയ ഒരു ചെറുക്കന്മാരും ഈ ലോകത്തില്ല എന്നും ഒക്കെ പറഞ്ഞു. എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. അന്ന് തൊട്ട് എനിക്കൊരു കല്യാണം കഴിക്കണമെന്ന് ആകെ കൊതിയായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്കന്നൊരു 20-21 വയസ്സൊക്കെ ആയപ്പോൾ തന്നെ വിവാഹാലോചനകൾ വന്നുകൊണ്ടേയിരുന്നു. പലയിടത്തുനിന്നും ഒരുപാട് ചെറുക്കന്മാർ എന്നെ കാണാൻ വേണ്ടി വന്നു. പക്ഷേ ആർക്കും തന്നെ എന്നെ ബോധിച്ചില്ല. കാണാൻ വലിയ സൗന്ദര്യമൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക്. നല്ല കറുത്തിട്ടാണ് ഇരിക്കുന്നത്. മുടിയാണെങ്കിൽ ശകലം ബാക്കിലോട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഒരുപാട് നോക്കിയിട്ടും എന്റെ കല്യാണം നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എന്റെ തൊട്ട് താഴെയുള്ള അനിയത്തിയെ കല്യാണം കഴിപ്പിക്കാൻ അച്ഛനും അമ്മയും കൂടി തീരുമാനിച്ചു. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം എന്റെ തൊട്ട് താഴെയുള്ള അനിയത്തിയുടെ വിവാഹം കഴിഞ്ഞു. എനിക്ക് ആകെ വിഷമമായിരുന്നു. ഞാൻ മൂത്തതായിട്ട് പോലും എനിക്ക് ആരെയും കിട്ടുന്നില്ല. അവളാണെങ്കിൽ എന്നെപ്പോലൊന്നുമല്ല ഇരിക്കുന്നത്. കുറച്ചൊക്കെ കളറുണ്ട്, നല്ല മുടിയുമുണ്ട്. അതുമല്ല, അവൾ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുമുണ്ട്. അവളുടെ കല്യാണം കഴിഞ്ഞു പോയപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവൾ വീട്ടിൽ വരും. വീട്ടിൽ വരുമ്പോൾ കൂടുതൽ സമയം അവൾ എൻ്റെ അടുത്താണ് ഇരിക്കുന്നത്. അതുമല്ല, അവൾക്ക് എന്നോട് വലിയ കൂട്ടുമാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞാൽ, എനിക്ക് കല്യാണം കഴിക്കണമെന്ന് ഇത്രയ്ക്കും കൊതി തോന്നാൻ കാരണം തന്നെ അതായിരുന്നു. ഒരു ദിവസം എൻ്റെ അനിയത്തിയോട് എൻ്റെ അമ്മ കല്യാണം കഴിഞ്ഞുള്ള ജീവിതത്തെ പറ്റി പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ എൻ്റെ ചെവിക്ക് കേട്ടു. എനിക്കാണെങ്കിൽ ഒരുപാട് കല്യാണാലോചനകൾ വന്നിട്ട് ഒന്നും തന്നെ നടക്കുന്നുമില്ല. അവൾക്കാണെങ്കിൽ കാണുന്ന ചെറുക്കന്മാരൊക്കെ അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ പൈസയുടെ ഒരു കുറവ് മൂലം ഞങ്ങൾക്ക് യോജിച്ച ആളെ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് അവളുടെ കല്യാണം പിന്നെയും താമസിച്ചത്. അങ്ങനെ കല്യാണാലോചന തുടങ്ങുന്ന സമയം തന്നെ അമ്മ ഒരിക്കൽ അവളെ വിളിച്ചിട്ട്, കുടുംബത്തിൽ ജീവിക്കാൻ തുടങ്ങിയാൽ പിന്നെ കെട്ടിയവനുമായിട്ടുള്ള പല കാര്യങ്ങളും ഇതിന്റെ ഒപ്പം പ്രാധാന്യമുള്ളതാണെന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ കേട്ടു. അങ്ങനെയാണ് ഞാൻ അതിനെപ്പറ്റി അറിയുന്നത്. സത്യം പറഞ്ഞാൽ എനിക്കത് കേട്ടപ്പോൾ മുതൽ എങ്ങനെയെങ്കിലും ആരെയെങ്കിലും വേണമെന്ന് അതിയായ ആഗ്രഹമായിരുന്നു. പക്ഷേ ഒന്നും തന്നെ എനിക്ക് നടക്കുന്നുമില്ല. അങ്ങനെ അനിയത്തി കല്യാണം കഴിച്ചു കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ അവളും അവളുടെ കെട്ടിയനുമായിട്ടുള്ള കാര്യങ്ങൾ അവളോട് നേരിട്ട് തന്നെ ചോദിച്ചറിയണമെന്ന് ഞാൻ ഒരുപാട് ആശിച്ചു. അങ്ങനെ അവൾ വീട്ടിൽ വന്നപ്പോൾ തന്നെ ഞാൻ അവളുടെ പുറകെ കൂടി. അവളോട് അന്ന് രാത്രി എൻ്റെ കൂടെ കിടന്നപ്പോൾ ഞാൻ തുറന്നു തന്നെ അങ്ങ് ചോദിച്ചു. അവൾ എന്നോട് അവളുടെ കെട്ടിയവനും അവളും തമ്മിലുള്ള എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ എന്തൊക്കെയോ കൊതി തോന്നി തുടങ്ങി. അവളുടെ കല്യാണാലോചനയും കല്യാണത്തിന്റെ ഒക്കെ ഇടയിലും എന്റെ കല്യാണാലോചന നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നെ മാത്രം വരുന്ന പയ്യന്മാർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ എന്റെ രണ്ടാമത്തെ അനിയത്തിയുടെയും വിവാഹം കഴിഞ്ഞു. അപ്പോൾ വീട്ടിൽ ഞാനും ഏറ്റവും ഇളയ അനിയത്തിയുമാണുള്ളത്. മറ്റൊരാൾ തീരെ ചെറിയ കുട്ടിയായിരുന്നു. എനിക്കപ്പോഴേക്കും ഏകദേശം 29 വയസ്സായി. ഞാൻ ഓരോ ജോലികൾക്കും പോകുന്ന പൈസയൊക്കെ കുറച്ച് വീട്ടിൽ കൊടുത്തിട്ട് ബാക്കിയുള്ളതൊക്കെ ഞാൻ സ്വരൂപിച്ച് ഓരോ സ്വർണമോതിരവും മാലയും ഒക്കെ മേടിച്ചു വെക്കാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് വർഷത്തെ അധ്വാനത്തിന് ശേഷം എനിക്ക് കുറച്ച് സ്വർണമൊക്കെ ആയി. അങ്ങനെ ഒരു ദിവസം എൻ്റെ അനിയത്തിയുടെ കൂട്ടുകാരന്റെ ചേട്ടൻ പെണ്ണ് കാണാൻ വന്നു. അന്ന് വന്നപ്പോൾ തന്നെ അയാൾക്ക് എന്നെ വലിയ ഇഷ്ടമൊന്നും ആയില്ല. എങ്കിലും എൻ്റെ കയ്യിൽ ഒരുപാട് സ്വർണമുണ്ടെന്നൊക്കെ അറിഞ്ഞപ്പോൾ അയാൾക്ക് അതിനോട് ഒരു താല്പര്യം തോന്നി തുടങ്ങി. അങ്ങനെ അയാളുടെയും എന്റെയും വിവാഹം കഴിഞ്ഞു. എനിക്ക് 29 വയസ്സും അയാൾക്ക് 32 വയസ്സും. പക്ഷെ വിവാഹം കഴിഞ്ഞിട്ട് ഞങ്ങൾ തമ്മിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതിനൊക്കെ താല്പര്യമുള്ള ഒരാൾ ആ വീട്ടിലുണ്ടായിരുന്നു, എൻ്റെ അമ്മായിയപ്പൻ. സത്യം പറഞ്ഞാൽ പുള്ളി എന്നെ കാണുമ്പോഴുള്ള ആ നോട്ടവും ഇടയ്ക്കിടയ്ക്ക് എൻ്റെ നേരെ നോക്കിയുള്ള ആ വെള്ളമുറക്കലും എല്ലാം കൂടി ആയപ്പോൾ കെട്ടിയവനേക്കാൾ നല്ലത് അമ്മായിയപ്പൻ തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കി. അതുമല്ല, അമ്മായിയപ്പനും വലിയ പ്രായമൊന്നുമില്ല.
അന്നത്തെ കാലത്ത് ഒരുപാട് നേരത്തെ വിവാഹം ചെയ്യുന്നവർ ആണല്ലോ. അപ്പോൾ പിന്നെ അവർക്കൊന്നും വലിയ പ്രായം ഉണ്ടാവില്ല. കെട്ടിയവൻ എന്നോട് വലിയ താല്പര്യമൊന്നുമില്ല. എന്നോട് മാത്രമല്ല, ഒരു കാര്യത്തിലും ഒരു താല്പര്യവുമില്ല അങ്ങേർക്ക്. അപ്പോൾ പിന്നെ കെട്ടിയവനേക്കാളും നല്ലത് അമ്മായിപ്പൻ തന്നെയാണ്. പിന്നെ എന്റെയും അമ്മായിപ്പന്റെയും ലീലാവിലാസങ്ങളായിരുന്നു ആ വീട്ടിൽ നിറഞ്ഞു നിന്നത്.